ഹലോ വിവരേട്ടാ, ഏത് വണ്ടിയാ ചോദിച്ചിട്ട് തരണേ? ഉപ്പിലിട്ട സാധനം കേട്ടോ അല്ലേ? അല്ലല്ല, വേറെ ആളല്ലേ? ലീവിലാട്ടോ. ഇവിടെ 2 ഫ്രൈ അവിടെ. ഹലോ നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, പ്രവാസി സുഹൃത്തുക്കളെ എല്ലാവർക്കും കല്ലിക്കൽ വെച്ചാൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുള്ളത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. പെട്ടുപോയി. നല്ല അത്യാവശ്യം മഴയാണ് കേട്ടോ. ഞങ്ങൾ 6 പേരുണ്ട്. വിവിലേട്ടനുണ്ട്, സുനിലേട്ടനുണ്ട്, അതുപോലെ മണിക്കൂട്ടനും നമ്മുടെ പിള്ളേരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ 6 പേരുണ്ട്. അപ്പോൾ ഒന്നിച്ച് നമുക്ക് പത്തനംതിട്ട വണ്ടി വേണം, അല്ലെങ്കിൽ കോട്ടയത്ത് ഇറങ്ങി പോകാനുള്ള പരിപാടിയാണ്. മഴയായതുകൊണ്ട്, ചാറ്റമഴയായതുകൊണ്ടുണ്ടല്ലോ വണ്ടിയെല്ലാം ഇവിടെ നിരന്ന് കിടപ്പുണ്ട്. ബോർഡ് വ്യക്തമായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് കൈ കുടയില്ല. അങ്ങനെ പെട്ട് നിൽക്കുകയാണ്. ഒന്നെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി നോക്കണം. ചാറ്റമഴയായിട്ട് ബുദ്ധിമുട്ടാട്ടോ. പത്തനംതിട്ട വണ്ടി കിട്ടിയാൽ നല്ല, അല്ലെങ്കിൽ കോട്ടയത്ത് ഇറങ്ങണം. അങ്ങനെയുള്ള പ്ലാനാണ്. പത്തനംതിട്ട വണ്ടി ഉണ്ടോ? പത്തനംതിട്ട അവിടെ ചോദിച്ചാൽ അറിയാൻ പറ്റും കേട്ടോ. പത്തനംതിട്ടയ്ക്കുള്ള വണ്ടി ലാസ്റ്റ് ആയിരിക്കും ഇതില്. അതായിട്ട് ഒരു സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അത് കോട്ടയം കുമളി കേട്ടോ. എന്തായാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വണ്ടി എടുക്കത്തുള്ളൂ. അതാണ് അവിടെ പഴയ രീതിയിൽ തന്നെ ഉള്ള ഒരു സെറ്റപ്പിലുള്ള ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ടതും സെറ്റപ്പ് വേണ്ടേ. നാനാ വേണോ വനിത വേണോ? നാനാ വനിത ഉപ്പിലിട്ട സാധനം കേട്ടോ അല്ലേ? നെല്ലിക്ക, മാങ്ങയുണ്ട്, നാരങ്ങോട്ടായി, മഞ്ഞരോട്ടായത്, വനിത വേണോ? വനിത നാനയുണ്ട്, ഊബറുണ്ടോ? അവധിക്കാലമായതുകൊണ്ട് പിള്ളേരൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. നല്ല തിരക്കാട്ടോ സ്റ്റാൻഡില്. എങ്ങോട്ടുള്ള വണ്ടിയത്? നമുക്ക് എങ്ങോട്ട് പോകട്ടെ? ചേർത്തലയ്ക്ക് പോകണം. ആ വണ്ടിയാണോ? നോക്കിയിട്ട് കയറാവോ കേട്ടോ. നോക്കിയിട്ടേ കയറാവോ? ആണോ? ടിക്കറ്റ് എടുക്കണം, ഒരുമിച്ച് എടുക്കണം കേട്ടോ എല്ലാവരും. സഹോ മണിക്കൂട്ടാ, ടിക്കറ്റ് എടുത്തോണേ. മച്ചാൻ്റെ ടിക്കറ്റ് എടുത്തോണേ. ഞാൻ ഏത് വണ്ടിയൊക്കെ കയറുണ്ടല്ലോ സൈഡ് സീറ്റ് പിടിക്കട്ടോ. സൈഡ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയല്ലേ? പുറത്തെ കാഴ്ചകളൊക്കെ കാണട്ടെ. എതിരെ വരുന്ന വണ്ടിയൊക്കെ കമൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ പോകാം. മഴയില്ലാത്തതുകൊണ്ട് നല്ലോണം കണ്ടു പാട്ട്. മഴയങ്ങനെ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. എൻ്റെ ഷട്ടർ ഇടേണ്ടി വരും, അതാണ് പ്രശ്നം. മൂടാപ്പുണ്ട്. ചെറിയൊരു മഴയുടെ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂ ഒക്കെ കിട്ടും. നല്ല വീഡിയോ എടുക്കാൻ നല്ല കേട്ടോ. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വെച്ചാനേ. സുബേഷേ, ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യണേ. ഫുഡ് ഓർഡർ ചെയ്യോ? എല്ലാവർക്കും ഒരായിട്ട് ഓർഡർ ചെയ്യും, അതാ നല്ലത്. നമ്മുടെ ട്രാൻസ്പോർട്ട് അല്ലാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലേ? ഓർഡർ ചെയ്ത് എല്ലാവരും ഒരായിട്ടാണോ? പൊറോട്ടെ. ഇത് കണ്ടക്ടറാട്ടോ. ചേട്ടാ പേരെങ്ങനെ? ആലപ്പുഴ. ജാർലക്കാരനാട്ടോ. ആലപ്പുഴക്കാരൻ തന്നെ. ഇതാട്ടെ ഇതാ കഴിക്കാറില്ലാട്ടോ. വെളിയിലോട്ട് കൈ നീടല്ലോ കേട്ടോ. വണ്ടിയല്ലേ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഫാമിലി ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഉണ്ട്. അതുപോലെ വെളിയിലോട്ട് മഴയായതുകൊണ്ട് വ്യക്തമല്ല കേട്ടോ റോഡ് മുൻവശം. ഇത് ഏത് പോയാണോ? അല്ലല്ലോ, അല്ലല്ല, വേറെ ആളല്ലേ? ലീവിലാട്ടോ, എടുത്തിട്ടില്ല. ഹലോ ബ്രോ, എങ്ങോട്ടാ? കോട്ടയത്താണോ? ഇതല്ലേ ഫുഡൊക്കെ കിട്ടും കേട്ടോ. അല്ല ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കോട്ടയം കുമളി വണ്ടിയാട്ടോ. അപ്പോൾ നമ്മൾ കോട്ടയത്ത് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഇതിലെ സ്പെഷ്യലായിട്ട് നമുക്ക് ഫുഡ് കിട്ടും. ഹലോ ബ്രോ, ഇവിടെ ഇരിക്കാം. സ്ത്രീകളുടെ ഏരിയ കേട്ടോ. നോക്ക് കണ്ടോ, സ്ത്രീകളുടെ ഏരിയയാണ്. പുറയിലോട്ട് ഇറങ്ങിയിരിക്കും. സ്ത്രീകൾക്കാണല്ലോ മുൻഗണന. അവരുടെ സീറ്റ് നമ്മളിരുന്ന പ്രശ്നമാണ്. നമുക്ക് ആണുങ്ങൾക്ക് എപ്പോഴും അവഗണനയാണ് ഇപ്പോൾ വന്ന് കാണുന്നത് അല്ലയോ? എനിവേ, ഈ വണ്ടിയുടെ പ്രത്യേകിച്ച് യാത്രയ്ക്ക് ഉൾപ്പെടെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്താൽ ഇഷ്ടാനുസരണം ഫുഡും കഴിച്ച് യാത്ര ചെയ്യുക.
എന്നതാണ് ഈ യാത്രയുടെ ഒരു പ്രത്യേകത കേട്ടോ. നൂൽ പൊറോട്ട വന്നിട്ടുണ്ട്. ഇവിടെ 2 ഫ്രൈ അവിടെ. അല്ല, ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. നല്ല രസമായിരുന്നു കഴിക്കുന്ന ഒരു വേറെ അല്ലേ? പിന്നല്ലാതെ കാഴ്ചകളൊക്കെ കണ്ട് ഒഴിക്കട്ടെ. വെള്ളം ഒഴിച്ചു വെള്ളം ചെറുതോ വലുതോ ഒഴിച്ചോ. സ്മോള് തന്നെയല്ല കേട്ടോ, ഇത് വെള്ളം കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. എനിവേ ഇത് നല്ല നൂൽ പൊറോട്ട 2 എണ്ണം, ഒരാൾക്ക് 2 എണ്ണവും ബീഫ് ഫ്രൈ ആണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ഗ്രേവി കൂടെ ഉണ്ട് കേട്ടോ, അടിപൊളി ഗ്രേവി ഉണ്ട്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അല്ലേ. സംഭവം പാളിപ്പോയി, സംഭവത്തോടുകൂടി സെറ്റല്ലേ, തവയോടുകൂടി തവയാണ് അതങ്ങനെ പാളിപ്പോയതല്ല. ബീഫ് ആണെങ്കിൽ തവയ്ക്കാതെ കേട്ടോ, നല്ല ചൂടോട് തവയ്ക്കാതെ ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ പൊറോട്ട കൂടിപ്പോയോ കുറച്ച് പോയോ ഒന്ന് സംശയം കേട്ടോ, എണ്ണി നോക്കുക കേട്ടോ. ഒരാൾക്ക് 2 എണ്ണമാണ് പറഞ്ഞേക്കുന്നത്. കൂടിപ്പോയോ കുറഞ്ഞു പോയോ നോക്കുക കേട്ടോ, അതാണ് എണ്ണി എടുക്കുക. ഇത് നമുക്കുള്ളതാണ്, അങ്ങോട്ട് പോകാനുള്ളതല്ലേ ഗൈസ്. കഴിക്കത്തില്ല എന്നാ പറയുന്നത്, പക്ഷെ എന്തെങ്കിലും ഉണ്ട്. എന്താണെന്ന് അറിയില്ല. ബീഫ് കാണുമ്പോൾ യൂറിക് ആസിഡ് എങ്ങനെയുണ്ട്, തെറ്റാണോ നോക്കി. വാഴയിലൊക്കെ വെച്ച് സെറ്റാട്ടോ, ഒരു വെറൈറ്റി അല്ലേ, കൊള്ളാം. ടേസ്റ്റ് എങ്ങനെയുണ്ടോ ബീഫിൻ്റെ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? ബീഫിൻ്റെ ടേസ്റ്റ്. ഓരോ പൊറോട്ടയുടെ നൂൽ പൊറോട്ടയുടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, 3 എണ്ണം വെച്ച് കാച്ചുവാ. 2 എണ്ണം കഴിച്ചു. ആശനായി പോയി. രണ്ട് പൊറോട്ട കഴിച്ചു. അല്ല ചൂട് സാധനം കേട്ടോ, അതായത് ഇത് കഴിക്കാനും എളുപ്പമാണ്, മുറിക്കാനും എളുപ്പമാണ്. കണ്ടോ എന്താ നാടൻ കാഴ്ചകൾ കാണാൻ. കുറച്ച് നല്ല മഴ കേട്ടോ, നല്ല മഴയുടെ ഫീലിംഗ് ആണ് കിട്ടുന്നത്. ചേട്ടായി കാണിക്കാം. ചേട്ടാ നോക്കി ഓടിക്കണോ പുള്ളി കണ്ട, അതായത് ഇവിടെ വെളിയിലത്തെ നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. സിഗ്നലാണ് നിൽക്കില്ല, ആള് കയറാൻ വരുന്നുണ്ട്, അതിന് വെയിറ്റ് ചെയ്യുകയാണ്. മൊത്തം നൂലാണല്ലോ വെച്ചാനെ. സെറ്റ് താണല്ലേ കണ്ടോ, ഇതാണ് നൂൽ പൊറോട്ട. സെറ്റ് അടിപൊളി താണല്ലോ. ആ ചീഞ്ചട്ടി കഴിഞ്ഞു. നൂല് പൊറോട്ട ആ ഗ്രേവിയും ആ പീസ് കൂടെ വെച്ച് കഴിക്കുമ്പോഴോ അപാര ടേസ്റ്റ് ആട്ടോ. അത് യാത്രയുടെ കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ പൊളിയാണ്. അത് ഫ്രണ്ട്സ് കൂടെ ഉള്ളപ്പോഴോ അതിലും ലെവല്. വിവിലേട്ടാ ഡ്രൈവർ സാറിനെ ഒരു നാരങ്ങവെള്ളം പറഞ്ഞേക്കെ. 2 പൊറോട്ടയും ബീഫ് ഫ്രൈയും സെറ്റാ ഒരാൾക്ക് കേട്ടോ. ഈ ടേസ്റ്റ് കൂടി കഴിഞ്ഞുകൊണ്ടാണ് ഒന്നുകൂടി എക്സ്ട്രാ നമ്മൾ പറഞ്ഞത്, അല്ലയോ? ഒരെണ്ണം കൂടെ പറഞ്ഞ് എക്സ്ട്രാ പറഞ്ഞത് ടേസ്റ്റ് കൂടിയോണ്ടാട്ടോ. അത് 3 എണ്ണം പിടിച്ച് ഇപ്പം ക്ഷീണമായി കേട്ടോ. അതാണ് കേൾക്കേണ്ടത്. ഹലോ, നമ്മൾ ഇറങ്ങേണ്ടിയുടെ ആകാറായി കേട്ടോ. ഇല്ലേട്ടാ കോട്ടയാകാറായി, അതിനുമ്പേ കഴിച്ച് കഴിയണം, അല്ലേ ഉണ്ടല്ലോ പൊതിഞ്ഞെടുക്കേണ്ടി വരും കേട്ടോ. എനിവേ ഹലോ ഗേയ്സ്, എനിവേ നല്ലൊരു അടാറ് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിലും ഒരു യാത്രാനുഭൂതി വേണമെന്നുണ്ടെങ്കിലും നല്ലൊരു സ്പോട്ടാണ് ഞങ്ങൾ പറയുന്നത്, കാണിച്ചു തരുന്നത്. ഇത് കേട്ടോ, അടാറൊരു യാത്ര ഫീലിംഗ് കിട്ടും കേട്ടോ. അത് കുവൈറ്റിലെ ഫാഹയിലാണ്. കുവൈറ്റിലുള്ള നമ്മുടെ വീഡിയോ കാണുന്നതും കേട്ടോ അടാറൊരു ഫീലിംഗ് കിട്ടും. നല്ലൊരു സ്പോട്ടാട്ടോ ഫുഡിൻ്റെ തക്കാര. അത് ഫാഹേൽ യാത്രയെ ഉൾപ്പെടെ യാത്ര ആസ്വദിക്കുകയും ചെയ്യാം, ഫുഡ് ആസ്വദിക്കുകയും ചെയ്യാം, അല്ലേ? അങ്ങനെ ഒരു ഫീൽസ് കിട്ടും കേട്ടോ. സെറ്റാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. നല്ല മഴയുടെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ.
ബാഗിലൊക്കെ തിരക്കുണ്ട് കേട്ടോ, ഫാമിലിയായിട്ട് ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാത്തേ. വെളിയിലത്തെ മഴക്കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്ന ഇതാണ് മണിക്കൂട്ടൻ. ഈ സ്പോട്ട് കാണിച്ചത് മണിക്കൂട്ടൻ കേട്ടോ. ഇതാണ് തക്കാര കേട്ടോ. ഇത് ഫാഹയിലെ അൽക്കുത്തി റൂട്ടിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ തക്കാര എന്ന റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഫാഹയിലെ അടാറ് ഒരു വൈബാണ്. അതുപോലെ ഫാമിലിക്കും എല്ലാവർക്കും അതിന് കഴിക്കാം. അതുപോലെ ബസ്സിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നൊരു ഫീലിങ്ങും, അതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഫീലിങ്ങും, പഴയ ഓർമ്മകൾ പുതുക്കുന്ന കാഴ്ചകളും, ചെറിയ ചെറിയ പഴയ നാരങ്ങ മുട്ടായി, അതുപോലെ എല്ലാ ഫീലിങ്ങും അത് നമുക്ക് പഴമയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു ബസ് സ്റ്റാൻഡ്, അത് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് അതേപടി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് ആട്ടോ. അല്ല നാട്ടിൽ നമ്മൾ ബസ്സിലൊക്കെ ഫുഡ് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനല്ല. ഇതൊരു വണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തല്ലോ, ഒരു ബസ് സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നല്ല ഫോട്ടോഷൂട്ടും ഒക്കെ നമുക്ക് ഫാമിലിക്കായിട്ട് വന്ന് നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. പിള്ളേരുടെയൊക്കെ ഒരു വൈബ് കാണാം ബസ് സ്റ്റാൻഡിൽ വന്ന് കിടന്ന് സംസാരിക്കുകയും നടക്കുന്നതായിട്ടുള്ള ഒരുപാട് നല്ലൊരു അനുഭൂതി കിട്ടും കേട്ടോ. ഇതാണ് നമ്മൾ ഇരുന്ന് കഴിച്ച ബസ് കേട്ടോ, KSRT ബസ് സ്റ്റാൻഡ്. ഇതാണ് ഇത് ഫുള്ളൊരു ബസ്സിൻ്റെ മോഡൽ മൊത്തം ഉണ്ട്. ഈ ചുറ്റും എന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സീനാണ് നമ്മൾ കാണുന്നത്. മൊത്തം അതേപടി അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. നല്ല സെറ്റപ്പ് ഒരു വൈബാണ്, നല്ല ആംബിയൻസ് ആണ്. ഫുഡും കുഴപ്പമില്ല, അടിപൊളി ഫുഡാണ്. നമ്മളിപ്പോൾ പൊക്കി പറയുമല്ല, കഴിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടോ. നല്ല നൂൽ പൊറോട്ടയായിരുന്നു, അതുപോലെ ബീഫ് ഫ്രൈ, നല്ല ബീഫ് ഫ്രൈ. എല്ലായിടത്തും ബീഫ് ഫ്രൈ എന്ന് വെച്ചാൽ വേറെ വ്യത്യസ്തമാണ്. ഇതാണ് വ്യത്യസ്തം എന്ന് വെച്ചാൽ എന്തായാലും നല്ല ബ്ലാക്ക് ആയിരിക്കും കേട്ടോ, നല്ല റോസ്റ്റ് പോലെ ഇരിക്കും. സെറ്റ് സാധനമായിരുന്നു. നമ്മൾ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യും.